2026 ജനുവരി ഇന്ത്യയിലെ ഓഹരി നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം 10 വർഷത്തിനിടയിലെ ഏറ്റവും മോശമായ ജനുവരിയായിരുന്നു. സെൻസെക്സിലും നിഫ്റ്റിയിലും 2% നഷ്ടമുണ്ടായ മാസം. അതുപോലെ തന്നെ ഓഹരി നിക്ഷേപകരുടെ ആസ്തി മൂല്യത്തിലാണെങ്കിൽ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചത്. ഈ സാഹചര്യത്തിൽ ജനുവരിയുടെ അവസാന ദിവസത്തിന് പിറ്റേന്ന്, അതായത് ഫെബ്രുവരി 1 കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കപ്പെടുമ്പോൾ ഓഹരി വിപണിയിൽ വലിയൊരു ഗതിമാറ്റം സംഭവിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ച അവരുടെ 9ാമത്തെ ബജറ്റ് ഓഹരി നിക്ഷേപകരെ ഒന്നടങ്കവും അതുപോലെ ആഭ്യന്തര ധനസ്ഥാപനങ്ങളെയും വിദേശ ധനസ്ഥാപനങ്ങളെയും വ്യവസായ വാണിജ്യ മേഖലകളെയും പൊതുവെ നിരാശപ്പെടുത്തുന്നതായി. എങ്കിലും ഈ സാഹചര്യത്തിൽ നിക്ഷേപത്തിന് അനുകൂലമായ ചില അവസരങ്ങൾ ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഈ പ്രതിസന്ധിയിലും ദീർഘകാല നിക്ഷേപത്തിന്, വരുമാന വർധനയ്ക്ക് ഒക്കെ സഹായകമായ ഓഹരികൾ കണ്ടെത്താൻ കഴിയും. അങ്ങനെയുള്ള 20 ഓഹരികളാണ് വരും മാസങ്ങളിലുള്ള പ്രിവ്യൂ എന്ന നിലയിൽ ഫോക്കസ് ഓൺ ഫൈനാൻസ് അവതരിപ്പിക്കുന്ന ഈ പ്രിവ്യൂവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഓഹരി വിപണിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയവും വിവിധ രാഷ്ട്രങ്ങൾ തമ്മിലെ സംഘർഷവും വിദേശ രാജ്യങ്ങളുടെ ഓഹരി വിൽപ്പനയും രൂപയുടെ ഏറ്റവും മോശമായ സ്ഥിതിയും ഒക്കെയാണ് ഇന്ത്യൻ വിപണിയെ ഇത്ര മോശമായ സ്ഥിതിയിലേക്ക് നയിച്ചത്. ഇതിനൊരു മാറ്റം ഉണ്ടാവും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ ഓഹരി വിപണിയുടെ ഗതിമാറ്റത്തിന് ഉത്തേജകമാകുന്ന, പ്രചോദനമാകുന്ന എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ ബജറ്റിൽ അതിശയകരമായ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടാകണമായിരുന്നു. അതിന് നിർമ്മല സീതാരാമൻ തയ്യാറാകാത്തതിന് അവർക്ക് കാരണങ്ങൾ ഉണ്ടാവാം. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ വളരെ മെച്ചപ്പെട്ട സ്ഥിതിയിലായിരിക്കുന്നു എന്നതും, അതുപോലെ തന്നെ US ഒഴികെയുള്ള മറ്റു പല രാജ്യങ്ങളിലേക്കും ഇന്ത്യൻ കയറ്റുമതിക്കാർ അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു എന്നതിനാലുമൊക്കെ പരിഭ്രാന്തിക്ക് അവകാശമില്ല, ഇല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല എന്ന നിലപാടാണ് നിർമ്മല സീതാരാമന് ഉള്ളത് എന്ന് തോന്നുന്നു. അതെന്തുവാകട്ടെ, ഇത് നിരാശപ്പെടേണ്ട അവസരമല്ല. ബുള്ളിഷ് സാധ്യതയുള്ള 20 ഓഹരികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിന് തൊട്ടു മുമ്പായി ഏതൊക്കെ മേഖലകൾക്കാണ് ഇപ്പോഴത്തെ ബജറ്റിൽ പ്രയോജനം ലഭിക്കാൻ സാധ്യതയുള്ളത് എന്ന് നോക്കാം. ഏതാണ്ട് 12.2 ലക്ഷം കോടി രൂപയുടെ മൂലധന ചെലവ് ആണ് അധികമായി ബജറ്റിൽ കാണുന്നത്. അതുപോലെ തന്നെ ഇത്രയേറെ തുക, അതായത് 12.2 ലക്ഷം കോടി രൂപ അധികമായി മൂലധന ചെലവിലേക്ക് വകയിരുത്തിയത് മൂലം ആരോഗ്യ സംരക്ഷണ രംഗത്തും അതുപോലെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്തുമൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തീർച്ചയാണ്. അതുപോലെ ഇലക്ട്രോണിക്സ് വ്യവസായത്തിനും റെയിൽവേക്കും ഒക്കെ വലിയ പ്രോത്സാഹനം ഈ ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. പ്രതിരോധ മേഖലയിലുള്ള ഓഹരികളുടെ കാര്യത്തിൽ വലിയ തോതിലുള്ള വിൽപ്പനയാണ് ബജറ്റ് ദിവസം കണ്ടത്. എന്നാൽ ബജറ്റ് ദിവസത്തെ പ്രതികരണം എന്ന് പറയുന്നത് അതൊരു നീജർക്ക് റിയാക്ഷൻ, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു പ്രതികരണം എന്ന നിലയ്ക്ക് മാത്രമേ അവയെ കാണാനാവൂ. യഥാർത്ഥത്തിൽ ഡിഫൻസ് കമ്പനികളുടെ മൂലധനത്തിലേക്ക് 8 മുതൽ 15% വരെ വർദ്ധിച്ച തുക ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനാൽ പല പ്രതിരോധ കമ്പനികളുടെയും ഓഹരികളിൽ വരും ദിവസങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. എന്തായാലും ഫോക്കസ് ഓൺ ഫൈനാൻസ് നിക്ഷേപത്തിന് അനുകൂലം എന്ന നിലയിൽ തിരഞ്ഞെടുത്തിട്ടുള്ള ആ 20 കമ്പനികൾ ഏതൊക്കെയെന്ന് നോക്കാം. ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ പ്രവർത്തിക്കുന്ന അദാനി എന്റർപ്രൈസസ് ആണ് ആദ്യത്തേത്. മറ്റൊന്ന് ആരോഗ്യ സംരക്ഷണ രംഗത്ത് പ്രവർത്തിക്കുന്ന അപ്പോളോ ഹോസ്പിറ്റൽസ്. അതുപോലെ ടെക്സ്റ്റൈൽ രംഗത്ത് നിന്ന് അരവിന്ദാണ് ഫോക്കസ് ഓൺ ഫൈനാൻസ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇലക്ട്രോണിക്സ് രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖ കമ്പനിയായ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് BEL, അതുപോലെ തന്നെ വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കമ്മിൻസ് ഇന്ത്യ, കൺസ്യൂമർ ഇലക്ട്രോണിക്സ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഡിക്സൺ ടെക്നോളജീസ്, റെയിൽവേ വാഗണുകളുടെ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന ജൂപ്പിറ്റർ വാഗൺസ്, ടെക്സ്റ്റൈൽ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന KPR മിൽ എന്നിവയും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു. ഇവയ്ക്ക് പുറമെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് പ്രവർത്തിക്കുന്ന ലാർസൺ ആൻഡ് ടൂബ്രോ, അതായത് L&T, അതുപോലെ ആരോഗ്യ സംരക്ഷണ രംഗത്തെ കമ്പനികളായ മാക്സ് ഹെൽത്ത് കെയർ, നാരായണ ഹെൽത്ത്, ITES രംഗത്തെ കമ്പനികളായ നെറ്റ്വർക്ക് ടെക്നോളജീസ്, ഓറിയൻ ടെക്നോളജീസ്, സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കുന്ന പവർ ഫിനാൻസ് കോർപ്പറേഷൻ, സിവിൽ കൺസ്ട്രക്ഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന റെയിൽ വികാസ് നിഗം ലിമിറ്റഡ്, സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കുന്ന REC ലിമിറ്റഡ്, അതായത് മുമ്പ് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ എന്നറിയപ്പെട്ടിരുന്ന ഇപ്പോൾ REC ലിമിറ്റഡ് എന്നറിയപ്പെടുന്നതുമായ കമ്പനി, അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ രംഗത്തെ പ്രമുഖ സ്ഥാപനമായ സൺ ഫാർമസ്യൂട്ടിക്കൽസ്, സിവിൽ കൺസ്ട്രക്ഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ടെക്നോ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കമ്പനി,
റെയിൽവേ വാഗണുകളുടെ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന ടിറ്റഗർ റെയിൽ, അതുപോലെ ടെക്സ്റ്റൈൽ രംഗത്തെ വർദ്ധമാൻ ടെക്സ്റ്റൈൽസ് എന്നിവയാണ് ബാക്കിയുള്ള കമ്പനികൾ. ഈ 20 കമ്പനികളും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ബജറ്റ് നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നിക്ഷേപാർഹമായ ഓഹരികളാണ്. എന്നാൽ ഇവയിൽ നിക്ഷേപിക്കുന്നതിനുള്ള തീരുമാനം എടുക്കുന്നതിന് മുമ്പായി സെബിയുടെ അംഗീകാരമുള്ള അനലിസ്റ്റുകളുമായി ആലോചിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം. ഇനി ഏതാനും കമ്പനികൾ ഇടക്കാല ലാഭവിഹിതം നൽകുന്നതിന് വേണ്ടി റെക്കോർഡ് തീയതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയെന്ന് നോക്കാം. ഫെബ്രുവരി 2-ന് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് BPCL, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് എന്നിവ റെക്കോർഡ് തീയതിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഓഹരി 1-ന് 3.5 രൂപ വെച്ച് ഇടക്കാല ലാഭവിഹിതം നൽകാൻ തീരുമാനിച്ചിട്ടുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഫെബ്രുവരി 3 അതിനുള്ള റെക്കോർഡ് തീയതിയായി നിശ്ചയിച്ചിരിക്കുന്നത്. സൺ ഫാർമസ്യൂട്ടിക്കൽസ്, ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ് എന്നിവയുടെ റെക്കോർഡ് തീയതി ഫെബ്രുവരി 5. NTPC ലിമിറ്റഡ് ഫെബ്രുവരി 6 ഇന്ററിം ഡിവിഡന്റ് നൽകുന്നതിന് വേണ്ടിയുള്ള റെക്കോർഡ് തീയതിയായി നിശ്ചയിച്ചിട്ടുണ്ട്. ഇനി ഫലം പ്രസിദ്ധീകരിക്കുന്ന, അതായത് 2025 ഡിസംബർ 31-ന് അവസാനിച്ച ത്രൈമാസത്തെ പ്രവർത്തന ഫലം പ്രഖ്യാപിക്കുന്ന ഏതാനും കമ്പനികളുണ്ട്. അവ ഏതൊക്കെയെന്ന് നോക്കാം. ഫെബ്രുവരി 3-ന് അദാനി പോർട്സ്, അതായത് വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള തുറമുഖങ്ങളുടെ ചുമതലക്കാരായ അദാനി പോർട്സ് ഫെബ്രുവരി 3-ന് പ്രവർത്തന ഫലം പ്രസിദ്ധീകരിക്കുന്നു. കേരളം ആസ്ഥാനമായുള്ള അപ്പോളോ ടയേഴ്സും അപ്പോളോ ടയേഴ്സുമായി ബന്ധപ്പെട്ട PTL എന്റർപ്രൈസസും ഫെബ്രുവരി 4-ന് പ്രവർത്തന ഫലം പ്രഖ്യാപിക്കുന്നുണ്ട്. അന്ന് തന്നെയാണ് വണ്ടർലായും പ്രവർത്തന ഫലം പ്രസിദ്ധീകരിക്കുന്നത്. കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് ലിമിറ്റഡ് ഫെബ്രുവരി 5-നും കല്യാൺ ജ്വല്ലേഴ്സ് ഫെബ്രുവരി 6-നും ഫലം പ്രസിദ്ധീകരിക്കും.